ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റായ ദുലീപ് ട്രോഫിക്കുള്ള സെൻട്രൽ സോൺ ടീമിനെയും സൗത്ത് സോൺ ടീമിനെയും പ്രഖ്യാപിച്ചു. സെൻട്രൽ സോൺ ടീമിന്റെ ക്യാപ്റ്റനായി രജത് പാട്ടിദാരും വൈസ് ക്യാപ്റ്റനായിട്ട് റിങ്കു സിംഗുമാണ് എത്തിയിരിക്കുന്നത്. സൗത്ത് സോൺ ടീമിന്റെ ക്യാപ്റ്റനായി ഇന്ത്യൻ യുവതാരമായ തിലക് വർമ്മയും വൈസ് ക്യാപ്റ്റനായി എത്തിയിരിക്കുന്നത് റിക്കി ഫോയുമാണ്. MD നിതീഷ് മാത്രമാണ് ടീമിലുള്ള ഏക മലയാളി താരം. ഈസ്റ്റ് സോൺ ടീമിനെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യൻ യുവ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷാൻ കിഷൻ ക്യാപ്റ്റനായി എത്തുന്ന ടീമിൽ വൈസ് ക്യാപ്റ്റനായി എത്തിയിരിക്കുന്നത് ഇന്ത്യൻ കൗമാര താരമായ വൈഭവ് സൂര്യവംശിയാണ്. ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനെ BCCI പ്രഖ്യാപിച്ചു. ഹർമൻപ്രീത് കൗറിന്റെ ക്യാപ്റ്റൻസിയിൽ ഇറങ്ങുന്ന ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയാണ്. ശബാലി വർമ്മ, ജമീമ റോഡ്രിഗസ്, ദീപ്തി ശർമ്മ, റിച്ച ഘോഷ് എന്നീ തുടങ്ങി പ്രധാന താരങ്ങളെല്ലാം ടീമിലുണ്ട്. ഈ മാസം ആരംഭിക്കുന്ന ഏഷ്യ കപ്പ് ടൂർണമെന്റിന്റെ മത്സരക്രമം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ആഭ്യന്തര ക്രിക്കറ്റിൽ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനവുമായിട്ട് വമ്പൻ മടങ്ങിവരവ് നടത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ഓപ്പണറായ അഭിഷേക് ശർമ്മ. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യൻ ടീമിൽ മോശം ഫോമിന്റെ പേരിൽ വലിയ വിമർശനങ്ങളായിരുന്നു അഭിഷേക് ശർമ്മ നേരിട്ടുകൊണ്ടിരുന്നത്. പഞ്ചാബിൽ നടന്ന ആഭ്യന്തര ഏകദിന ടൂർണമെന്റിൽ 91 പന്തുകളിൽ നിന്നും 233 റൺസാണ് താരം അടിച്ചുകൂട്ടിയത്. മത്സരത്തിന്റെ തുടക്കം മുതലേ ബൗളർമാരെ കടന്നാക്രമിച്ച അഭിഷേക് ശർമ്മ 25 പടുകുറ്റൻ സിക്സറുകളും 15 ബൗണ്ടറികളും നേടി. ഇരട്ട സെഞ്ചുറിയുമായിട്ട് അങ്ങനെ അഭിഷേക് ശർമ്മ ബാറ്റിംഗ് ഫോമിലേക്ക് വമ്പൻ മടങ്ങിവരവാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്.